നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ടിഫിനൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അമ്മമ്മ നിക്ക്, ഞാനിപ്പോ എടുത്തോണ്ട് വരാം. അതെ, ഇന്ന് ഞാനല്ല മഴമോളെ സ്കൂളിൽ കൊണ്ടാക്കുന്നേ. അമ്മമ്മയല്ലേ? പിന്നെ മഴ ആര് കൊണ്ടുപോകും? നീ വിനീതിനോടൊന്ന് പറ മോളെ സ്കൂളിലേക്ക് ആക്കാൻ. അയ്യോ, വിനീതേട്ടന് സമയമില്ല. ഇപ്പൊ തന്നെ കടയിലെത്താൻ വൈകിന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് കയറ് പൊട്ടിക്കായിരുന്നു. എങ്കി പിന്നെ മോളെ അമ്മയൊന്ന് കൊണ്ടുപോവോ? അമ്മയാണല്ലോ ഇത്രയും നാള് കൊണ്ടുപോയിക്കൊണ്ടിരുന്നേ. എങ്കി പിന്നെ ഇത് നേരത്തെ പറയണ്ടായിരുന്നു ലക്ഷ്മി. ഞാൻ ഇനി എപ്പോഴാ ഡ്രസ്സൊക്കെ മാറി വരുന്നേ? മോളെ, മഴ ഒരുങ്ങുമ്പോഴേക്കും അമ്മ റെഡിയായി വന്നാ മതിയല്ലോ. അല്ലെങ്കിൽ തന്നെ അമ്മയ്ക്ക് എത്ര സമയം വേണം റെഡിയാവാൻ? അല്ല, മോളെ പോലും കൊണ്ടാക്കാൻ നേരമില്ലാതെ നീ ഇതെവിടെ പോവാ? ഞാനിവിടെ ഒരു മുരുകക്ഷേത്രം ഇല്ലേ, അവിടുന്ന് ഷഷ്ടിയാ. ഒന്ന് പോയേക്കാവെന്ന് കരുതി. ആ, ഷഷ്ടിവ്രതത്തിന്റെ കാര്യമല്ലേ? അതെന്തായാലും മുടക്കണ്ട ലക്ഷ്മി. ചെല്ലെ, മഴമോളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. വേഗം ചെല്ലെ. ശരി, എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ. ഓ, അവളുടെ ഒരു ഷഷ്ടി. എന്തായി, പോയോ? മഴമോളെ സ്കൂളിലാക്കുന്ന കാര്യം തന്ത്രത്തിൽ അച്ഛമ്മ ഏൽപ്പിച്ചു. ഏതോ മുരുകൻ ക്ഷേത്രത്തില് ഷഷ്ടിവ്രതത്തിന് പോകുന്നതാ പറയുന്നത്. ഈ ഷഷ്ടിവ്രതം ഞാനിന്ന് പൊളിച്ചടുക്കും. വിനിതേട്ടാ, കാർത്തിക് എവിടെയാണ് താമസിക്കുന്നത് കണ്ടുപിടിച്ചാൽ മാത്രം മതി. നമ്മൾ അറിഞ്ഞതായി ഒരു കാരണവശാലും അമ്മുമ്മയും കാർത്തിക്കും അറിയരുത്, കേട്ടല്ലോ? അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം. എങ്കി ചെല്ലെ മോനെ, നിന്ന് സമയം കളയണ്ട. അവൾ ഏതെങ്കിലും ഓട്ടോയിൽ കയറി പൊയ്ക്കളെ. ഞാൻ ഇറങ്ങാം. എന്തെങ്കിലും ഞാൻ വിളിച്ചോ. ഓട്ടോ ഓട്ടോ ഓട്ടോ. ഇവക്ക് ഒരു ഓട്ടോയിൽ നിർത്തി കൊടുക്കുന്നില്ലല്ലോ. അച്ഛമ്മയൊന്നും മിണ്ടാ നിക്ക്. ഓട്ടോ ഓട്ടോ. തേവള്ളി വരെയെന്നാക്കോ? ഒരു വീടാ, ഞാൻ പറഞ്ഞു തരാം. എടാ മോനെ, അവള് പോയി. വേഗം ചെല്ലാൻ നോക്ക്. വിനിതേട്ടാ, പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഒരു കാരണവശാലും വിനിതേട്ടൻ അമ്മമ്മയുടെ കണ്ണി പെടരുത്. അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം. മാലിനി, ദൈവമേ, അവർക്ക് എന്തേലും സംശയമുണ്ടോ? ഇനിയിപ്പോ എന്ത് ചെയ്യും? കാർത്തിക്കിന്റെ വീട്ടിലേക്ക് പോയാ പ്രശ്നമാവുമല്ലോ. അതെ, തേവള്ളിക്ക് പോണ്ട. ഇവിടെ അടുത്തൊരു സുബ്രഹ്മണ്യ ക്ഷേത്രം ഇല്ലേ, അവിടേക്ക് പോയാ മതി. ഇത് രണ്ട് സ്ഥലത്തല്ലേ? ഞാൻ പറയുന്നത് കേക്ക്. സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലേക്ക് തന്നെ പോ. അപ്പൊ തേവള്ളി പോണ്ടേ? വേണ്ട, എനിക്ക് അമ്പലത്തിൽ പോയാ മതി. ചേടാ, ഓരോ മെനക്കെടുത്തലുകളെ. ലോങ്ങാന്ന് വെച്ചാ കേറാൻ പറഞ്ഞത്. കേറിക്കഴിയുമ്പോ സ്വഭാവം മാറും.
ഏതായാലും ഇത് വല്ലാത്ത ചതിയായിപ്പോയി. സോറി. ലക്ഷ്മി അമ്മമ്മ അമ്പലത്തിലേക്ക് തന്നെയാണല്ലോ വന്നത്. ഷടാ, ഇതെന്തു പറ്റി? ഇന്നലെ കാർത്തിക്കിനെ വിളിച്ചു പറഞ്ഞത് രാവിലെ അങ്ങോട്ട് ചെല്ലാമെന്നല്ലേ? എന്തോ തിരിമറി നടന്നിട്ടുണ്ടല്ലോ ഇതില്. ആ ഓട്ടോക്കാരനെ പിടിച്ച കാര്യം അറിയായിരുന്നു. ഭഗവാനെ, ഒരു വലിയ അപകടത്തിൽ നിന്നാ നീ എന്നെ രക്ഷിച്ചത്. വിനീത് എന്റെ പിറകെ തന്നെ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഞാൻ നേരെ കാർത്തിക്കിന്റെ വീട്ടിലേക്ക് പോയിരുന്നെങ്കിൽ എല്ലാം തകർന്നേനെ. കാർത്തിക്കിനെ വിനീത് കണ്ടുപിടിച്ചേനെ. ഞാൻ കാർത്തിക്കിനെ കാണുന്നുണ്ടെന്ന് സുന്ദരി ഉൾപ്പെടെ എല്ലാരും അറിഞ്ഞേനെ. പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? അപ്പൊ ആ കുഞ്ഞിനെ ആ നേരത്ത് അങ്ങനെ തോന്നാതിരുന്നെങ്കിൽ, ആ കോൾ എനിക്ക് വരാതിരുന്നെങ്കിൽ എന്താവുമായിരുന്നു വിധി? മാലിനിയാണല്ലോ. എന്തെങ്കിലും കുഴപ്പമായി കാണോ? എടുക്കണോ? എടുക്കാതിരുന്ന സംശയാവും. ആ, എടുത്തേക്കാം. ഹലോ മാലിനി. ചെറിയച്ചമ്മ, ഇത് മാലിനിയല്ല, ഞാനാ മഴ. മഴമോളോ? എന്തു പറ്റി മോളെ? ചെറിയച്ചമ്മ എവിടെ പോയതാ ഓട്ടേ കയറി? അത് പിന്നെ ഞാൻ എവിടെ പോയതായാലും ചെറിയച്ചമ്മയെ പിടിക്കാനായിട്ട് വിനീതങ്ങൾ പുറകെ വരുന്നുണ്ട്. അയ്യോ, ചെറിയച്ചമ്മ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോ വിനീതങ്ങളും അച്ഛമ്മയും മാലിനി ആന്റിയും കൂടി പ്ലാൻ ചെയ്തത് കേട്ടായിരുന്നു ഞാൻ. അവര് സംസാരിക്കുന്ന കണ്ടപ്പോ ചെറിയച്ചമ്മയൊന്ന് വിളിച്ചു പറഞ്ഞേക്കാന്ന് വിചാരിച്ചു. അതുകൊണ്ടാ ആന്റിയുടെ ഫോൺ അടിച്ചു മാറ്റി ഞാൻ വിളിച്ചത്. വിനീതങ്ങൾ പുറകെ തന്നെ ഉണ്ട് കേട്ടോ. സ്കൂട്ടിയിലാ വരുന്നേ, സൂക്ഷിച്ചോ. ശരി മോളെ. മാലിനി കാണാതെ വേഗം ഫോൺ തിരിച്ചുകൊണ്ട് വയ്ക്ക്. വേഗം ചെല്ല്. ശരി ചെറിയച്ചമ്മേ. ദൈവമേ, അവർക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? ഇനിയിപ്പോ എന്ത് ചെയ്യും? കാർത്തിക്കിന്റെ വീട്ടിലേക്ക് പോയ പ്രശ്നമാകുമല്ലോ. കാർത്തിക്കിന്റെ മോള് തന്നെ വിചാരിച്ചതുകൊണ്ടാ ഇന്നവന് രക്ഷപ്പെടാനായത്. ആ കുഞ്ഞിന്റെ മനസ്സിൽ ഇങ്ങനെയൊരു തോന്നൽ ഉണ്ടാക്കിച്ചല്ലോ ഭഗവാനെ. ഒരുപാട് തെറ്റുകൾ ചെയ്തവനാ എന്റെ മകൻ. വകതിരിവില്ലാതെ അവൻ പലതും ചെയ്തു കൂട്ടിയിട്ടുണ്ട്. അതിനൊക്കെയുള്ള ശിക്ഷ ദൈവം അവന് കൊടുക്കുകയും ചെയ്തു. ഇപ്പൊ ആരോരും ഇല്ലാതെ കഴിയുക എന്റെ മോൻ. ഇനി അവനെ സങ്കടത്തിലേക്ക് തള്ളിവിടല്ലേ ഭഗവാനെ.